Hi friends, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇത് വെറും ഒരു ഡിസ്കഷൻ മാത്രമല്ല, നമ്മൾ ഓരോ ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ആക്ടിവിറ്റിയോടൊപ്പം തന്നെ ആ ചാപ്റ്റർ ഫുൾ റിവൈസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോവും ഓരോ ആക്ടിവിറ്റിയും അതുപോലെ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഫുൾ റിവിഷൻ തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുമാത്രമല്ല, ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം എക്സാമും സെക്കൻഡ് ടൈം എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 1 ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ ആക്ടിവിറ്റി 2 ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ആ ചാപ്റ്റർ ഫുൾ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മളുണ്ടായത്. ആക്ടിവിറ്റി 3 ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്ടിവിറ്റി 4 ആണ്. അപ്പം നമ്മൾ 4 വീഡിയോസാണ് ഇതുവരെ അപ്ലോഡ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി 5 ആണ്. ആക്ടിവിറ്റി 5ലെ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചിരുന്നു അല്ലേ. എർത്ത് പ്രൊവൈഡ് എനഫ് ടു സാറ്റിസ്ഫൈ എവരി മാൻസ് നീഡ്സ് ബട്ട് നോട്ട് എവരി മാൻസ് ഗ്രീഡ്. ഗാന്ധിജി. What is the fundamental principle of resource conservation? Water is one of the important natural resources. We use water to produce electricity. Electricity should be conserved. Which are the measures that you adopt to reduce the use of electricity in your home? ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിന് ഒരു ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് യൂണിറ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് റിസോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ റിസോഴ്സസ്? റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് തിങ്സ് യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് റിസോഴ്സസ്. മനുഷ്യന് ഉപകാരമുള്ള എല്ലാ സാധനങ്ങളെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് റിസോഴ്സസ് അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ദോസ് തിങ്സ് യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് റിസോഴ്സസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ നാച്ചുറൽ റിസോഴ്സസ്? ദ തിങ്സ് ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ. ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതും ആൻഡ് ആർ യൂസ്ഫുൾ ടു മാൻ, നമുക്ക് ഉപയോഗമുള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? ദ തിങ്സ് ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ ആൻഡ് ആർ യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ഇനി നാച്ചുറൽ ഈസ് എൻഡോഡ് വിത്ത് ഇന്യൂമറബിൾ റിസോഴ്സസ് സച്ച് ആസ് എയർ, സൺലൈറ്റ്, വിൻഡ്, ട്രീസ്, വാട്ടർ. അപ്പം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയർ, വായു, അതേ സൂര്യപ്രകാശം, കാറ്റ്, മരം, വെള്ളം, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ സമ്പന്നമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്. എയർ, സൺലൈറ്റ്, വിൻഡ്, ട്രീസ്, വാട്ടർ ഒക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഇനി ഇതിൽ തന്നെ കാറ്റഗറൈസേഷൻ ഉണ്ട്, നോക്കാം. ദ ലിവിങ് റിസോഴ്സസ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സസ്. ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള റിസോഴ്സസിനെയാണ് ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. നോൺ ലിവിങ് റിസോഴ്സസ് ആർ കോൾഡ് അബയോട്ടിക് റിസോഴ്സസ്. അതായത് ജീവനില്ലാത്തവയാണ് നമ്മൾ അബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോട്ടിക് റിസോഴ്സസ് ആൻഡ് അബയോട്ടിക് റിസോഴ്സസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ദ ലിവിങ് റിസോഴ്സസ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സസ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ കോൾഡ് അബയോട്ടിക് റിസോഴ്സസ്. എന്താ വാട്ട് ഡു യു മീൻ ബൈ അങ്ങനെ ചോദിക്കില്ല. ബയോട്ടിക് റിസോഴ്സസിൻ്റെയും അബയോട്ടിക് റിസോഴ്സിൻ്റെയും ഒരുപാട് ലിസ്റ്റ് തരും. അതിൽ നിന്ന് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് എഴുതാനാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് വാട്ട് ആർ ദ കോസസ് ഫോർ ലാർജ് സ്കെയിൽ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ്? ഈ റിസോഴ്സസിൻ്റെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ നാശത്തിന് കാരണമായത് എന്താണ്? ദ ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്രീസ്ഡ് വിത്ത് ദ ഇൻക്രീസ് പോപ്പുലേഷൻ. അപ്പോൾ നാച്ചുറൽ റിസോഴ്സിൻ്റെ ഉപയോഗം വർദ്ധിക്കുകയാണ്. ആ ഉപയോഗം വർദ്ധിക്കാൻ എന്താണ് കാരണം? ഇൻക്രീസ്ഡ് ഇൻ പോപ്പുലേഷനിൽ വർധന. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ വീട്ടിൽ 2 മെമ്പേഴ്സാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും അതേപോലെ തന്നെ കറൻറ്റും ഒക്കെ കുറവായിരിക്കും. അതേസമയം നമ്മുടെ വീട്ടിൽ 4-5 ആളുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഇൻക്രീസ്ഡ് വിത്ത് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ ഒരു റീസൺ എന്താണ്? ഡെവലപ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി,
കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ എക്സെട്ര ലെഡ്സ് ലാർജ് സ്കെയിൽ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ്. ഇതൊക്കെ റിസോഴ്സിൻ്റെ നാശത്തിന് കാരണമാണ്, ഡിപ്ലീറ്റ് ചെയ്യാൻ കാരണമാണ്. എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെയാണ് ഇതിന് കാരണങ്ങൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് റിസോഴ്സ് ഡിപ്ലീഷൻ. വാട്ട് യു മീൻ ബൈ റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിറ്റീറിയേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു റെക്ലെസ് യൂസേജ് ഈസ് കോൾഡ് റിസോഴ്സ് ഡിപ്ലീഷൻ. അപ്പോൾ റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരന്തരമായ റെക്ലെസ് യൂസേജ്, നിരന്തരമായ ഉപയോഗം മൂലം ഇതൊക്കെ കുറഞ്ഞു വരുന്നത് ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിറ്റീരിയറേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു ദ റെക്ലെസ് യൂസേജ് ഈസ് കോൾഡ് റിസോഴ്സ് ഡിപ്ലീഷൻ. ദിസ് റിസൾട്ടഡ് ഇൻ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ എൻവയൺമെൻറ്റ്. അപ്പോൾ റിസോഴ്സസ് നശിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ എൻവയൺമെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പം തന്നെ നമുക്ക് അമിതമായ ചൂടാണ്. കാരണം എന്താണ്? പ്ലാന്റ്സ് ഒക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. ഡീഫോറസ്റ്റേഷൻ അല്ലേ, വനനശീകരണം മൂലം നമുക്കിപ്പോൾ ചൂട് ക്രമാതീതമായി കൊണ്ടുവരികയാണ്. ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ചൂടാണ്, ഡേ ടൈമിലൊക്കെ ഭയങ്കര ചൂടാണ്. അതൊക്കെ എന്താണ് ഈ കാരണം? നമ്മുടെ എൻവയൺമെൻറ്റ് ചേഞ്ചാണ്. നമ്മുടെ റെക്ലെസ് യൂസേജ് ഓഫ് റിസോഴ്സസ് കാരണം നമ്മുടെ എൻവയൺമെൻറ്റ് ഇപ്പം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം നമ്മൾ വായിച്ചല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്. ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്. ഇന്നിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിയും. മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്. ഇന്നത്തെ നമ്മുടെ പ്രസൻറ്റിലുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിയും. വിത്തൗട്ട് കോംപ്രമൈസിങ് ദ റൈറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. എന്നാൽ വരും തലമുറയ്ക്ക് അത് ഉപയോഗിക്കാനുണ്ടാവോ എന്നൊന്നും നമ്മൾ നോക്കാണ്ട് നമുക്ക് ഇന്ന് എന്താണോ അത് നമ്മൾ യൂസ് ചെയ്യാണ്. ടു ഫുൾഫിൽ ദെയർ നീഡ്സ് സിസ്റ്റം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്. ഇന്നിൻ്റെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാണ്. ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ റൈറ്റ് ഓഫ് എ ഫ്യൂച്ചർ ജനറേഷൻ ടു ഫുൾഫിൽ ദെയർ നീഡ്സ് സിസ്റ്റം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി? സസ്റ്റൈൻ ഡെവലപ്മെൻറ്റിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് ടു ഡു ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് ഓഫ് റിസോഴ്സസ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ദ യൂസ് ആർ മീൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു റെമഡിയൽ മെഷറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കാണേണ്ടത് എന്താണ്? റീസൈക്കിൾ ചെയ്യാം, പുനരുപയോഗിക്കുക, അതേപോലെ റീയൂസ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. അത് രണ്ടുമാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഒരു പരിഹാരം. ഇനി എക്സ്പ്ലെയിൻസ് ദ വേർഡ് ടു കൺസേർവ് റിസോഴ്സസ്. ഈ റിസോഴ്സൊക്കെ നമ്മൾ എങ്ങനെയാണ് കൺസേർവ് ചെയ്യുക? കൺസേർവ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ വാട്ടറിങ് പ്ലാന്റ്സ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ വാട്ടറിങ് പ്ലാന്റ്സ്. വീട്ടിൽ നിന്ന് നമ്മൾ കിച്ചണിൽ ഒരുപാട് പാത്രം കഴുകിയിട്ടൊക്കെ ഒരുപാട് വെള്ളം നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? വാട്ടറിങ് പ്ലാന്റ്സ് ഒക്കെ നനയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പ്ലാന്റ് ട്രീസ് ഇൻ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രീസ് വെച്ച് നടണം, വെച്ച് പിടിപ്പിക്കണം. പ്ലാന്റ് ട്രീസ് ഇൻ public places. Plant trees in public places. Use the conventional energy resources such as solar energy, wind energy to the maximum. നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്, അതായത് സോളാർ എനർജി, അതേപോലെ തന്നെ വിൻഡ് എനർജി ഒക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. എൻഷുർ സ്റ്റെപ്സ് ഫോർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അതായത് മഴക്കുഴി ഉണ്ടാക്കുക, അതായത് മഴവെള്ളം സംഭരിക്കാനുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള സ്റ്റെപ്സൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മഴ ഫുൾ ഒലിച്ചു പോകേണ്ട ഭൂമിയുടെ ഉള്ളിലേക്ക് അത് സംഭരിക്കാനുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി നമ്മൾ ഒരുക്കണം. യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഒരുപാട് അന്തരീക്ഷ മലിനീകരണം, അതേപോലെ തന്നെ വാട്ടർ ബോഡീസ് പൊല്യൂട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് മൂലമാണ്. അപ്പോൾ
അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ക്ലോത്ത് ബാഗ്സ്, തുണി ബാഗ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളൊരു തുണി ബാഗ് കയ്യിൽ കരുതുക, സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ നമ്മൾ അതൊന്ന് നമ്മുടെ വീട്ടിൽ നടപ്പാക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് ഒഴിവാക്കാം. കാരണം നമ്മൾ വീട്ടിൽ എല്ലാ സാധനങ്ങളും നമ്മൾ പ്ലാസ്റ്റിക്കിലാണ്, മീനായാലും പച്ചക്കറി ആയാലും അതേപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ആയാലും പഞ്ചസാര, അരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇന്ന് പ്ലാസ്റ്റിക് കവറുകളിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് അതൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ വീട്ടിൽ നടപ്പാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. കുറേയൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ദ വേസ്റ്റ് ടു കൺസേർവ് റിസോഴ്സ്, യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ വാട്ടറിങ് പ്ലാന്റ്സ്. ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് നടപ്പാക്കാം. പ്ലാന്റ് ട്രീസ് ഇൻ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസിലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ട്രീസൊക്കെ നടാം. യൂസ് ദ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് സച്ച് എസ് സോളാർ എനർജി, വിൻഡ് എനർജി എക്സ്ട്രാ ടു ദ മാക്സിമം. നമ്മുടെ വീട്ടിലൊക്കെ സോളാർ പാനൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കറണ്ടൊക്കെ നമുക്ക് ആ സോളാർ പാനലിൽ നിന്ന് കിട്ടും. ഓക്കെ, എൻഷുർ സ്റ്റെപ്സ് ഫോർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആൻഡ് ലാസ്റ്റ് വൺ, ക്ലോത്ത് ബാഗ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതും ഇതന്നെ എനർജി കൺസംഷൻ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. യൂസിങ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് ഓൺലി വെൻ നീഡഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഫാൻസും ലൈറ്റ്സും ഉപയോഗിക്കുക. അല്ലാണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും, ലൈറ്റും ഫാനും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളത് പഠിക്കുക. നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ TV കണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക. ആ പഠനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ റൂമിലെ ലൈറ്റും ഫാനും ഒക്കെ നമ്മൾ ഓഫാക്കി പോകാൻ ശ്രമിക്കുക. യൂസിങ് ഓൺലി എനർജി എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുക. യൂസിങ് LED ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ബൾബ്സ്. അപ്പോൾ ഇന്ന് എവിടെയും ഓർഡിനറി ബൾബ്സ്, നമ്മളെ പണ്ടത്തെ ഫിലമെൻറ്റ് ബൾബൊന്നും എവിടെയും കാണാനില്ല. ഇപ്പോൾ എല്ലാവരും എന്താണ് LED ബൾബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ്? യൂസിങ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് ഓൺലി വെൻ നീഡഡ്, യൂസിങ് ഓൺലി എനർജി എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, യൂസിങ് LED ബൾബ്സ്. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് വാട്ടർ റിസോഴ്സസ്. നമ്മുടെ വാട്ടർ റിസോഴ്സസ് ഒക്കെ മലിനപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്, പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. റെക്ലെസ് യൂസ് ഓഫ് റിസോഴ്സസ്. അവിടെ നമ്മുടെ നിരന്തരമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ വാട്ടർ ബോഡീസൊക്കെ എന്താണ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് പരിഹാരം നമുക്ക് എന്തെല്ലാം ചെയ്യാം? വാട്ടർ ബോഡീസിൻ്റെ റെക്ലെസ് യൂസിൻ്റെ ആ റെമഡിയൽ മെഷേഴ്സ് എന്താണെന്ന് നോക്കാം. ഡോണ്ട് വേസ്റ്റ് ഫ്രഷ് വാട്ടർ. ശുദ്ധജലം പാഴാക്കരുത്. പ്രാക്ടീസ് വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് സച്ച് ആസ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്. റെഡ്യൂസിങ് യൂസിങ് മോർ വാട്ടർ അൺനെസസറി. നമ്മൾ വെറുതെ നമ്മൾ കുറേ വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. ഇനി നമുക്ക് ഫോറസ്റ്റ് റിസോഴ്സസ് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? പ്രിവെൻറ്റ് ഡിവോറസ്റ്റേഷൻ. മരങ്ങൾ വെട്ടുന്നത്, വനനശീകരണം തടയുക. പ്ലാന്റ് ട്രീസ് ഇൻ ബാരൻ ലാൻഡ്സ്. തരിശു ഭൂമിയിൽ ഒഴിവായിട്ടുള്ള ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ട്രീസ് പ്ലാന്റ് ചെയ്യുക. ഇനി എയർ റിസോഴ്സസ്, നമുക്ക് വായു എങ്ങനെ സംരക്ഷിക്കാം? മേക്ക് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോ വണ്ടിയല്ല, ഓരോരുത്തർക്കും ഓരോ വണ്ടി എന്നല്ല, ഓരോരുത്തർക്കും ഓരോ വണ്ടിയാണ്. അപ്പോൾ 5 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയിൽ 5 വെഹിക്കിൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പരമാവധി നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് പോകാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ കഴിയുന്നതും മേക്ക് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുക. യൂസ് ഫ്യൂവൽസ് ദാറ്റ് ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അതായത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അന്തരീക്ഷം മലിനപ്പെടാത്ത ഫ്യൂവൽസൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് റെഡ്യൂസ് ദ എനർജി കൺസപ്ഷൻ. ഇത് നമ്മൾ പറഞ്ഞു. യൂസിങ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് ഓൺലി വെൻ നീഡ്, യൂസിങ് ഓൺലി എനർജി എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, യൂസിങ് LED ബൾബ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്ന നമ്മുടെ 12ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് കൺസർവേഷൻ? അത് നമ്മളിവിടെ പറഞ്ഞല്ല, റിസോഴ്സ് കൺസർവേഷൻ എന്ന് നമ്മളിവിടെ പറഞ്ഞതാണ്. അതേപോലെ തന്നെ വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് യു അഡോപ്റ്റ് ടു റിസോർവ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ യുവർ ഹോം? അതും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ റിസോഴ്സ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജുഡീഷ്യസ് ആൻഡ് കെയർഫുൾ യൂസ് ഓഫ് റിസോഴ്സ്. നമ്മൾ ഈ ഒരു സീരീസിൽ 5 ആക്ടിവിറ്റീസാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ആക്ടിവിറ്റി 6 ആണ്.
നോക്കൂ ദ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററാണ്? ഇത് നമ്മുടെ 11ാമത്തെ ചാപ്റ്ററാണല്ലേ. അപ്പോൾ ഇനി നമ്മൾ റിവിഷൻ ചെയ്യുന്നത് 11ാമത്തെ ചാപ്റ്ററാണ്, ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അർബൻ കമ്മ്യൂണിറ്റിയും റൂറൽ കമ്മ്യൂണിറ്റിൻ്റെയും കുറേ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ അർബനും റൂറലും വേർതിരിച്ച് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പഠിച്ചു കളയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് എന്ന ചാപ്റ്റർ റിവിഷനിലൂടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.